ഇത് പൊക്കണ്ടേത് ആദ്യം തന്നെ കത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് നാളത്തേക്ക്. ഇതിന്റെ ഹഡൊക്കെ ഉണ്ടോ? വെറും വിഷയം. ഓ ഇത് വിഷയമാണല്ലോ. ഇത് നിങ്ങളുടെയാണോ ഈ ഐലൻഡ്? ഇത് ഗവൺമെന്റിന് കൊടുത്തതാ. പാട്ട് കേൾക്കണല്ലോ. ഇതെവിടെ പാട്ട് കേൾക്കുന്നേ? ഓക്കെ ഓക്കെ. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് പൊളി സ്ഥലം കേട്ടാ. ഇത് വേറെ വിഷയല്ലേ? റേഡിയോ ഏത്ര 77ആ? ആ കയറാം കയറാം കയറാം. ആ ശരി. ഇത്രയും വലിയ റേഡിയോ ഓഫ് ആക്കാനാ? അതെന്തിരി എന്നെ കൊണ്ടുപോയാ? ഇത് എവിടാ? ഇത് ഇവിടെ നമ്മുടെ സിറ്റി നോക്കി എന്ത് ഭംഗിയല്ലേ കാണാൻ. ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി. നിങ്ങളിപ്പോ 238 FPS നിങ്ങളിപ്പോ നമ്മുടെ ലൈവ് കാണുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് ക്വാളിറ്റി. എന്റെ അമ്മോ. എക്സ്ട്രാൻഡിസിൽ നോ കോംപ്രമൈസ് ക്വാളിറ്റിയിൽ. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. ഇത് എവിടെ? ഇതെന്ത് കായും പറിക്ക പറിച്ചു കേട്ടാ. ഹലോ ഇതെന്താ ഇവിടെ? കായപ്പറിക്കന്നെ മൊത്തത്തിൽ പറിച്ചു മാറ്റി അവിടുന്ന്. ഇത് ഞാൻ 6 മാസത്തിന് ലീസിന് എടുത്തതാ ഈ ഐലാൻഡ് മൊത്തത്തില്. ഇവിടെ റിസോർട്ട് കൊണ്ടുവന്ന ഞാൻ. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം 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 കൊള്ളാം. ഇവിടെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് സെയിലിന് നമുക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ആക്ച്വലി അതിന്റെ റേറ്റ് ഇടാന്ന് കരുതിയിട്ടാ. ഇതില് 4 ഡബിൾ ബെഡ്റൂമും 4 ഡബിൾ ബെഡ്റൂമും 6 സിംഗിൾ ബെഡ്റൂമും അതിലുള്ള. ഇതിന്റെ നമ്മളെ വാസണ്ണൻ എന്നാ വരിക സിറ്റിയില്? വാസന 2 ദിവസം എടുക്കും. 2 ദിവസം എടുക്കുന്നതാണ്. വാസന വന്നിട്ട് വേണം ഇതിന്റെ ഇനാഗ്രേഷൻ ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ വെള്ളത്തിലോട്ട് ചാട്ടെ ഇവിടെന്ന് സാഹസികമായിട്ട്. നമുക്ക് സാഹസികത ഇഷ്ടമാണ്. നമ്മളെന്തോരം കളിച്ചിരിക്കണ ശരിക്കാ ഇവിടെ കിടന്ന്. കുളപ്പം സ്ഥലമാണല്ലോടാ. ഷേക്ക് ഇത് ഇപ്പോഴും ഇറക്കിയിട്ടില്ല അവിടെ. ബോംബുണ്ടെന്നാ? ഇതെന്ത് പറ? ഓ ഞാൻ കേറാം. വെയിറ്റ്. ഇതിട്ടെന്ന കാര്യം എന്തായാലും താഴ്ത്ത
ആ വാങ്ങ ഈ സൈഡിൽ വാ ഒരു കാ- ആ ഏണിയുണ്ടല്ലേ കേറിക്കോ കേറിക്കോ എടാ ഇത് പൊളപ്പനാണല്ലോ ഇത് വേണ്ടേ പൊളി അടിപൊളിയല്ലേ പിന്നല്ലാണ്ട് നൈസ് നങ്കൂരൊക്കെ ഇരിപ്പുണ്ടല്ലോ അകത്ത് ഷെടേ വമ്പ സെറ്റപ്പ് ആണല്ലേ ഇത് സിംഗിൾ ബെഡ്റൂമിന്റെ ഇത് സിംഗിൾ ബെഡ്റൂമാ ഇത് സിംഗിൾ ബെഡ്റൂമിന്റെ ഹെലികോപ്റ്റർ എന്താ ഇങ്ങനെ ഇരിക്കണേ അത് ഈ എലിക്ക് ബഗ് ഉണ്ട് ഇപ്പൊ നമ്മൾ കസ്റ്റ ലിവറി ചെയ്താണ്ട് ഇറക്കുന്ന എലിക്ക് ബാക്ക് താന്നിട്ടേ നിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തപ്പോഴേ കണ്ടില്ല അങ്ങനെ നിക്കുള്ളൂ ലാൻഡ് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും ഈ പ്രോപ്പർട്ടി ഇത്ര ലീസിനെടുക്ക എത്രയായി ശരിക്കേ ഇത് 600 കോടി 600 കോടിക്ക് അത് ലാൻഡ് മാത്രമേ ലീസിനെടുത്ത് ഇവിടെ പ്രോപ്പർട്ടി പണിയിക്കാൻ അതിലേറായി നമുക്ക് വേറെ 6 മാസത്തിന് വേറെ പേയ്മെന്റ് വന്നു ഈ ഒരു സ്ഥലത്തൊക്കെ ആൾക്കാർ വരുമോ നമ്മൾ പാലം പണിയുന്നുണ്ട് ഇങ്ങോട്ട് പാലം വരുന്നുണ്ട് നമ്മളെ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പം ബിസിനസ് ചെയ്യണ കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നല്ലൊരു പരിപാടിയാണ് കപ്പിൾ സിറ്റിയിൽ കൂടി വരുവാണല്ലോ സിറ്റിയില് ഇത് ആക്ച്വലി ഓൾറെഡി ഗവൺമെന്റിന് തന്നെ 5 എണ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് 5 എണ്ണം വേണമെന്നാ 2000 കോടിക്ക് ഗവൺമെന്റിന് കാരണം അവർക്ക് ഇത് ഇങ്ങനെ മറ്റേ പുറത്തുനിന്നൊരു ഇതുണ്ടല്ലോ ഡൊണേഷനാ പ്രീമിയം 7+ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ സിറ്റിയില് അതിന്റെ അപ്പുറം കൊടുക്കാനാണെന്നാ പറഞ്ഞ ഇതിൽ ഒരെണ്ണം എനിക്കെന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്തുതരാം നമ്മള് ബിസിനസ് ഫീൽഡിലാണേ ഞാനിതാ ഇതിൽ 1 കാർലോക്കും 1 വാസോണനും മാറ്റി വെച്ചതാ അതില് 1 ചന്ദ്രബോസിന് പോലെ ഞാൻ പറയട്ടെ ചന്ദ്ര അങ്ങോട്ട് തെറ്റി പോവല്ല ചന്ദ്ര അങ്ങനെ പറയല്ല ഞാൻ പറയട്ടെ ഇതിന്റെ ഇനാഗുറേഷൻ നമുക്ക് കാർലോന് ചന്ദ്രബോസിന് പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് പുറത്ത് മുമ്പ് സിറ്റിയിലുണ്ടായിരുന്നു MRZ തൊപ്പിന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു പുള്ളിയും വരുന്നുണ്ടാവും അതിന്റെ ഇനാഗുറേഷൻ പിന്നെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് സായിപ്പ് പറഞ്ഞിട്ട് സായിപ്പ് ഒപ്പി പക്ഷെ പുള്ളി വരാൻ ചാൻസ് ഷെയ്ക്കാണ് ആ ഷെയ്ക്കാണ് ഈ ഷെയ്ക്ക് ഞാൻ സിറ്റിയിൽ ഒരാഴ്ച ആയിട്ടുള്ളൂ വന്നിട്ട് ഇതൊക്കെ പഠിച്ചു വരുന്നേ അവസ്ഥല്ലേ എങ്ങനെയുണ്ട് സിറ്റിയൊക്കെ എങ്ങനെയുണ്ട് വൈബ് എങ്ങനെയുണ്ട് ആൾക്കാർ എങ്ങനെയുണ്ട് അടിപൊളി ഞാന് ശരിക്കും ഒരു 2 കൊല്ലം മുമ്പ് വരേണ്ടതായിരുന്നു സിറ്റിയില് ഇഷ്ടായത് ഒൺസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോവില്ല അതെ നമുക്ക് ഇവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതാണ് ഇവിടത്തെ പ്രശ്നം ഓൾറെഡി ഇപ്പൊ ഞമ്മള് വന്നതിന് ശേഷം ഏകദേശം 44 വണ്ടി ഇറക്കി അത് കുറച്ച് കൊല്ലം മുമ്പേ വരണ്ടീന്ന് ഞാൻ പറയുന്നത് കൊള്ളാം ഇത് പരിപാടി വേവ് ഉണ്ടോ അല്ലല്ലോ ഉണ്ട് ഈ വലിയ വേവ് ഉണ്ടോ ഇല്ല വലിയ വേവ് ഇല്ല ചെറിയ വേവ് ഉണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മള് മുങ്ങുന്ന വേവ് ഇല്ലല്ലോ ഇല്ല അതെനിക്ക് ബഗ്ഗാ ഞാന് അപ്പാപ്പനെ ഒരു ദിവസം കൊണ്ടുവന്ന് കാണിച്ചെടുത്തപ്പോ ഇവിടെ ഫുള്ള് ഇതേപോലെ ക്ലൈമറ്റിന്റെ പ്രശ്നമാണ് കുറെ ഗ്രാഫിക്സിന്റെ പ്രശ്നമായിട്ട് എന്താറിയില്ല ഓക്കെ അപ്പൊ ചുരുക്കത്തിൽ പറയാം ഞമ്മക്കൊന്നും ഇല്ല ഇവിടെ ഞമ്മള് പറഞ്ഞ കാണി എല്ലാ ചന്ദ്രന് അതിലൊരു റൂം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു റൂമാ ഇത് ചന്ദ്രന്റെ പേരില് ഇതാക്കി തരും
6 മാസത്തിന്. ഇല്ല ശരിക്കേ, നമുക്ക് സ്നേഹം മതി കുഴപ്പമില്ല. ഇല്ല സ്നേഹം മാത്രമൊന്നല്ല, നമുക്ക് വേറെ പ്ലാൻ ഉണ്ട് മുത്തേ. ആ പാലം വന്നാ ഇവിടേക്ക് സെറ്റ് ആയിരിക്കും. ആ നല്ല 8 വരി പാത ഉള്ള ഒരു പാലം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് കൊള്ളാം. എന്തായാലും നന്നായിട്ട് പോട്ടെ. നിങ്ങളുടെ സുഹൃത്താണോ ഇപ്പൊ നമ്മുടെ ഷെയ്ഖ്? അല്ല മറ്റേ നമ്മുടെ പുള്ളിക്കാരനല്ലേ, വായിൽ പെട്ടെന്ന് പേര് വരത്തില്ലല്ലോ, നമ്മുടെ കാസിനൊക്കെ ഉള്ള മറ്റേ പബ്ബൊക്കെ എടുത്തില്ലേ നമ്മുടെ സാബ്ഗുരുവിന്റെ ചങ്ങായിയാണോ? അതോ അറിയാന്നുള്ളൂ. ഞങ്ങള് പുതിയ ബാങ്ക് തുടങ്ങി ഇവിടെ. ബാങ്ക് തുടങ്ങി? ഓ എനിക്കും സാബിനും മറ്റേ ഈ ആക്സസ് ഉണ്ട്, എന്താ പറയാ, അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന ആക്സസ് ഉണ്ട് ഞങ്ങക്ക്. ആരെ അക്കൗണ്ടും ഫ്രീസ് ചെയ്യാം. ഇനി ഇങ്ങോട്ടോ തിരിച്ചോ ഷെയ്ക്കാ തിരിച്ചോ. അല്ല അതില് നിങ്ങക്ക് റൂം കാണിച്ചിട്ടുണ്ടേ ബ്രോ? അല്ല അതേ സെയിം റൂം അല്ല, നമ്മള് കണ്ട സെയിം റൂം തന്നെയല്ലേ, മനസ്സിലായി എനിക്ക്. ആ ഒരു ഐഡിയ കിട്ടി. ഇനാഗ്രേഷന്റെ അന്ന് ഞാൻ സെറ്റ് ചെയ്ത് തരാം അത് ഫുള്ള്. ഓക്കെ അത് നമുക്ക് പൊളിക്കാം. വാസന ആകുമ്പോഴത്തേക്കും പറയാം എന്തായാലും. ഓക്കെ ഇതിനിപ്പോ എങ്ങനെ ഓടിക്കാ? ഞാൻ ഓടിച്ചോട്ടെ? പക്ഷെ ഞാൻ കുറച്ച് ഫെണ്ണി ആയിരിക്കും. ഗോഡിനെ വിളിക്കാം. അതോ ഒരു മിനിറ്റ്. പോയില്ലേ ആള്? പോവാം വാ കേറ്. The real fun begins. ഗോഡിനെ പുറത്തുനിന്ന് വിളിച്ചോണ്ട് വരും മിക്കവാറും. തട്ട് അള്ളാ. പിടിച്ചിരുന്നോളി. ഇതെന്ത്? ഇല്ല പുതിയ വീട് കണ്ടില്ല. റൈറ്റിലാ? ഏത് വീട്? ഈ ഗ്യാങ് ഹൗസിന്റെ അപ്പുറം. ഈ ഗ്യാങ് ഹൗസിന്റെ കാര്യമാണ് നമ്മളെ പാലം വരുന്നത്. ഇതിലങ്ങനെ പോകും. ബിഗ് ബോസ് വിന്നർ ആരാ? ബിഗ് ബോസ് വിന്നർ ആരാ? ഇന്നാണോ ഫിനാലെ? ഇതാണോ? അല്ല അത് ഗ്യാങ് ഹൗസിന്റെ ഇതെന്താ വാർത്തക്കാരൊക്കെ ഉണ്ടല്ലോ. ഇതാണ് ഇത് സാബുരുവിന്റെ പുതിയ വീട്. ആളിവിടെ ഉണ്ടാവോ? ആള് ഗ്യാരേജിൽ വണ്ടിയൊക്കെ കാണാനുണ്ട്. മിക്കവാറും ഇവിടെ ഉണ്ടാവും. ഒന്ന് വിളിച്ചോക്കട്ടെ. കോള് എടുക്കൂല, റീചാർജ് ഉണ്ടാവില്ല. ലാൻഡ് ചെയ്തോ? മേലെ വേലിക്ക് പേടുണ്ട്. ലാസ്റ്റ് ഡേ
നമ്മള് 100% പ്രൊഫഷണലാണ് ഷെയ്ക്കേ. പെരിയോനെ റഹ്മാനെ പെരിയോനെ. ഷെയ്ഖേ ഷെയ്ഖേ പോയി. സാഗുരുവിന്റെ പുതിയ വീട്. ഇത് ഷെയ്ക്കല്ലേ? ഇതല്ലേ എങ്ങേരി സാഗുരു ഷെയ്ക്ക് ഷെയ്ക്ക് ഇത് നിങ്ങളല്ലേ? സാഗുരിന്റെ വീട്ടിലെന്ന് നിങ്ങളുടെ ഫോട്ടോ? ഇത് ചന്ദ്ര, ഇത് അപ്പാപ്പൻ, അത് വാസണ്ണൻ, കാർലോ. ഞാൻ ചന്ദ്ര ഇതവിടെ. ചന്ദ്രക്ക് വലിയ ആൾക്കാർ. സാഗുരു എന്താ നമ്മളീ കാണുന്നേ? വീടാകെ എന്താ ഇത് കൊള്ളാലോ. നമ്മളെ പടം കൊണ്ടല്ല വാസണ്ണൻ, കാർലോ, ഇവന്മാരേതാ? അയ്യോ സൗകര്യം ഉണ്ടായില്ലേ? അയ്യോ അയ്യോ സൗകര്യം സൗകര്യം. നിങ്ങൾ ഈ കോട്ടിട്ട് കണ്ടിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലുക്കിൽ കണ്ടിട്ടേ പിറക്കി വിട്ടെന്നെ വീട്ടിൽ നിന്ന്. ഇതിന്റെ ഫോട്ടോ പറയൊക്കെ വലിച്ചു വാരി പറഞ്ഞിട്ട് പിറക്കി വിട്ടെന്നെ. ഇപ്പൊ പ്രശ്നമാക്കാനങ്ങ് ഇറങ്ങിയേക്കുവല്ലേ ഫുള്ള്. ഏതാ വ്യൂ? എന്റെ അമ്മാവന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. കൊറേ ആൾക്കാർ പറഞ്ഞത് ചന്ദ്രന്റെ അച്ഛനാണ്. നോക്കട്ടെ കാണിച്ച. ഇതാണ് നിങ്ങളുടെ ഓഫീസ്. അട്ടിക്കണക്കിന് കാശ് അടിക്കടിക്ക് വെച്ചേക്കാണല്ലേ. ബാങ്കൊക്കെ തുടങ്ങിയില്ലേ ചന്ദ്ര? നിങ്ങള് സിറ്റിന്ന് മാറി ഇവിടെ വീടൊക്കെ എടുത്ത് അങ്ങ് സെറ്റിലാവുള്ള പരിപാടിയാണല്ലേ ഇവിടെ? അങ്ങ് വീടുണ്ട്, 2 വീട് വേറെ ഉണ്ടല്ലോ സിറ്റിയില്. 3 വീടുണ്ട് സിറ്റിയില്. നിങ്ങള് സിറ്റിയുടെ പകുതി 2 കൂടി സിറ്റിയുടെ പകുതി മേടിക്കോ? ആരാ ഹെഹിയാണോ? ഒരു സെക്കൻഡ് ഗൈസ്, ഒരു സെക്കൻഡ്. നമുക്ക് താഴോട്ട് പോവാം. പിന്നെ ഇന്നെന്തൊക്കെയാ വിശേഷങ്ങൾ ഇവിടെ? ഫ്ലിക്കറിങ്. ഇവിടെ ഫുള്ള് ഇതൊക്കെയാണല്ലേ. ഇതെന്താ ഫ്ലിക്കറിങ് ആണോ ഇതിന്റെ അകത്ത് ഇങ്ങനെ? പങ്കജാക്ഷൻ പുള്ള. ഇത് അത് കൊള്ളാം. എവിടെയോ കണ്ട് പരിചയമുള്ളൊരു. നമുക്ക് ഇവിടെ ഒരു വെട്ടലുണ്ട് കേട്ടോ. ഒന്ന് നോക്കണേ അതൊന്ന് എന്താ സംഭവം. ഏതാ കേക്കുന്നില്ല? ഷൗട്ട് ഇടാവോ? എന്റെ അടുത്തൊരു കാറുണ്ട് താഴെ. അതിന്റെയാണോ? നമുക്ക് കാറൊക്കെ എവിടെ താഴോട്ട് സ്റ്റെപ്പ് ഇത് ഇവിടെ ആയിരുന്നാ?
എലീന അപരാജ്. ഓ എന്റെ ഓളിയോ, എന്താ ഇത് സാഗുരു? ഇത് വണ്ടിയാണോ? ഇത് വണ്ടിയാ? അയ്യോ ചെറുതല്ല ഇതൊന്നും. ഇത് 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 അതാ ഈ ഓട്ടർഷ അടിപൊളിയാ. ആ ഇതിലെ വണ്ടിയാ. അതേറ്റ് സിറ്റി വരെ പോയൊക്കെ നല്ല അടിപൊളി വണ്ടി. അതെ എന്താ സൗകര്യ നോമി കാണുന്നേ? വീട് ഫുള്ള് വൈബാണല്ലോ. സാബേ തീർത്ത ചേച്ചി അല്ല 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 അത് എന്റെ ഫ്രണ്ടാ ദുർഗ എന്ന് പറയും. എന്റെ മോനെ ഇന്ന് അവസാനം വരുന്നുണ്ടാവൂല. ഇത് എത്ര എണ്ണ സൗകര്യം അടച്ചോ. ചെറുതാക്കി കുറച്ച് വീട്. ഇത് എത്ര എണ്ണമായത്? ഇത് എത്ര വണ്ടി ഇത്? സൗകര്യ കണ്ടമാനം വണ്ടിയിലാണല്ലേ. ഇത് ഏതെടുക്കും ഈശ്വര? ചുമ്മാ ഇരു സൗകര്യ ഒരുമാതിരി നമ്മളിതാക്കല്ലേ. സൗകര്യ ചുമ തമാശ പറയല്ലേ. പാസ്പോർട്ട് അടക്കം വണ്ടി അങ്ങനത്തെ വണ്ടിയല്ലേ? സൗകര്യ ശരിക്കും പറഞ്ഞാണോ? അതെ എനിക്ക് ചന്ദ്ര ആ ചോദ വണ്ടി പാസ്പോർട്ടിൽ കൊടുത്ത വണ്ടി വേറെ ഏത് വണ്ടി തരുവല്ലേ? ഏത് വണ്ടി വെച്ചാലും തരുമോ? ഏത് വണ്ടി? ഒരു സെക്കൻഡേ കൊറേ വണ്ടി എന്നും നോക്കട്ടെ. ഓട്ടോറിക്ഷ ഇത് സൗകര്യന്റെ ഇതൊക്കെ ഉള്ളതല്ലേ? ലാസ് വെഗാസ് ഷെയ്ക്കിന്റെ വണ്ടി ഉണ്ടോ ഇതില്? ഇല്ലല്ല നമ്മളെ വണ്ടി ഇവിടെ അല്ല. ആണോ? ഓക്കെ ഓക്കെ. ഇതല്ലേ 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 ഇതിന്റെ ഒരു സെക്കൻഡ് സാഗുരു. ഈ വണ്ടിയില്ലേ ഈ വണ്ടി നിങ്ങളുടെ സ്റ്റോറി എന്തോ? ആ ഇല്ല 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 എനിക്ക് 911 ഇഷ്ടപ്പെട്ടു. ശരിക്കും 911 എടുത്തല്ലേ? ആ നോക്കട്ടെ. ഇപ്പൊ ബ്ലിങ്കിങ്ങും പോയി FPS കിട്ടി. ഏതാ? അതാ നിങ്ങൾ മാത്രമേ ഉള്ളല്ലേ ഇത്? ഡ്രൈവറാ? ഹായ് ബിഗ് ബൈ അമ്പാടി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 170. ഹേ അമ്പാടി ബ്രോ, ഇതെന്താ സാബേ ഇവിടെ ഒരു വണ്ടി അടിച്ചാൻ കൊണ്ടുവന്നതാ? ഒരു സെക്കൻഡ് ചേക്ക്. അമ്പാടി ബ്രോ വെൽക്കം ടു ദ ലൈവ്. Hey, how are you man? Thank you so much for super chat. Thank you so much for membership. അമ്പാടി ബ്രോ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഈ ഫിറ്റ്നസ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. പുള്ളിക്കാരൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെയാ. വിഷയമാണ് ഹൾക്കാണ് ഹൾക്ക്. വെൽക്കം ടു ദ ലൈവ് ബഡി.
അതെ 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 ഷെയ്ക്കേ എനിക്ക് എനിക്ക് 911 ഒരു താല്പര്യമുണ്ട്. എല്ലാരും 911 ചന്ദ്രൻ ഡീൽ തരാം കൂടെ ആ ഓ അപ്പൊ 911 ഇല്ല കേട്ടോ. വണ്ടി കൊണ്ടുപോയി കളർ മാറ്റി കേട്ടോ ചന്ദ്ര. ആ പറഞ്ഞോ പറഞ്ഞോ. ചന്ദ്ര എന്താ കളർ ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് ഗോൾഡനും മുകളിൽ ഓറഞ്ചും. ഒരു വിന്റേജ് പോർഷൻ ഉണ്ട്, ആ അതൊരു ഒരു 3. സൗണ്ട് സാബുവിന്റെ സൗണ്ട് ഭയങ്കര കുറവാ. ഷൗട്ടിലിടാവോ ഞെക്കിയിട്ട് ഹെച്ച് ഞെക്കിയിട്ട് ഹെച്ച്. ആ അതായത് ഇപ്പൊ ഓക്കെ അല്ലേ? ആ അതെ, ഒരു വിന്റേജ് പോർഷൻ ഇട്ടിട്ടുണ്ട്. ആ ആ അതിപ്പോ പണിയാൻ കൊടുത്തതാണ്, 3 days കഴിഞ്ഞിട്ടേ കിട്ടും. ആ അത് ഭയങ്കര സോഫ്റ്റ് അടിപൊളി സാധനം. നല്ല വണ്ടിയാ. ഓക്കെ ഓക്കെ. ഒരു പീസ് ചന്ദ്രന് തരാം. അല്ല മാത്രം. അടുത്ത ഓഫർ എന്താ? അടുത്ത ഓഫർ നമ്മളെ വീട് വേണ്ടേ ചന്ദ്രൻ? എനിക്ക് വീട് കാണാൻ പോണം. പക്ഷെ എനിക്ക് ശരിക്ക് ഹെലികോപ്റ്റർ എടുത്താലോ പോവല്ലേ? പക്ഷെ എനിക്ക് 911 മതി. എനിക്ക് 911 ഇഷ്ടപ്പെട്ട് ഷെയ്ക്ക് ഞാൻ എടുക്കുക. തുറക്ക്. അതെടുത്തായിരുന്നു അങ്ങോട്ട് ഇതെടുത്തു. ഇതിനെ അതിന്റെ വേറൊരു സാധനം ഉണ്ട്, അതിന്റെ വേറൊരു പീസ് ഉണ്ട് അതിന്റെ. പക്ഷെ ഇതല്ല നല്ലത്. ഇതല്ല നല്ലത്, ഇതല്ല നല്ലത്, ഇതല്ല നല്ലത്. 350 സിറ്റിയിൽ കയറുന്ന ഒരു പീസ ഉണ്ടാവുള്ളൂ. ഇതല്ല ഇതല്ലേ അത്. അതെടുത്തിട്ട് എനിക്കറിയാം. ലോക്കൽ എടുത്തിട്ട് എനിക്ക് ആ റെഡ് മതി. അത് കൊണ്ട് കളിയാക്കോ എന്താ ശരിക്ക്? ഇല്ല സൗകര്യം കേട്ടില്ല. ചളിയൊക്കെ തുടച്ചാ പോകും സാമേ. എന്താ സാമേ ചളിയൊക്കെ തുടച്ചാ മതി. എന്താ നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടിയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സിറ്റിയിലൊരു അല്ലേ എന്ത് ഡിസ്ക്രിമിനേഷൻ ആണ്. ആനക്കുട്ടിനെ ചോദിച്ചപ്പോ കുജാനനെ കൊണ്ടുവന്നെ സൗകര്യം തരാൻ പോണ എനിക്ക്. ഇത് ഇപ്പൊ മാറ്റാനൊക്കെ ഉപയോഗിക്കലല്ലേ? മറ്റേ സാബുര് ഒരുമാതിരി മറ്റിടത്ത് വർത്താൻ സാബുര് നിങ്ങൾ തരാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോ ഓടിക്കാനല്ലേ എന്നാ സാബുര്? 911 നീനെക്കാട്ട് അടിപൊളി ചന്ദ്രൻ തരും പോരെ? സാബുര് കുഴപ്പമില്ല സാബുര്, എനിക്ക് വേണ്ട സാബുര്. സാബുര് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷേക്കേ അല്ലേ ഷേക്കേ നിങ്ങള് വണ്ടി ചോദിച്ചാ ശരിക്കും തരണ്ടീനോ? തരണ്ടിയാണ്. അല്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. സാബുര് അത് വേറെ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ സാബുര്. ഇമോഷൻ ഡാമേജ് ചന്ദ്ര. അതെ എനിക്ക് തോന്നില്ലടാ. ഒയ്യോ വണ്ടിയുടെ അലയും തെറ്റിയല്ല. അതെന്താ അതുകൊണ്ട് ഒന്ന് തട്ടി അലൈൻമെന്റ് തെറ്റി വണ്ടിയുടെ. റെഡിക്കാക്കും. എന്താ പറഞ്ഞ അതിന്റെ അടുത്ത് ഒരു ബുഗാട്ടിന്റെ വയറോൺ ഉണ്ട് സിറ്റിയിൽ ഒരു പീസ്. അത് തരുമോന്ന് ചോദിക്കാം. അത് തന്നാ സാബിന് ഇത് എനിക്ക് തരാനേക്കാരം. പക്ഷെ അത് സിറ്റിയിൽ 1 and only പീസാക്കി വെക്കുന്നതാണ് നല്ലതെന്ന് അപ്പാപ്പ എന്റെ അടുത്ത് പറഞ്ഞു. അല്ല എന്റെ ഒരു ബുഗാട്ടിന്റെ വയറോ ഉണ്ട്. ഓ അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ ഒരിക്കൽ സാബിന് ഇത് ഓൾറെഡി കൊടുത്തത്. ഇത് ഏത് ഈ വണ്ടി ഞാൻ സാബിന് കൊടുത്തതാണ്. അപ്പൊ ഞാൻ സാബിനോട് പകരം ഈ വണ്ടിയാ ചോദിച്ചത്. സാബിക്ക് തന്നില്ല. ഓ അങ്ങനെ ഓടിക്കല്ലേ. വാസണ്ണനും സാബിന് മാത്രമേ കൊണ്ടോക്കോ ഞാൻ ഇത് വന്നപ്പോ ഞാൻ സാബിന് കൊടുത്തു.
കാബാബ് വേറെ ചോദിക്കുന്നുണ്ട് വേറെ വേറെ ചോദിക്കുന്ന എന്താ വെച്ചാ വേറെ കിട്ടിയാ ചന്ദ്രന് ഇത് തരാനായിരിക്കും ഒന്ന് മനസ്സിലായി. പക്ഷെ വേറെ ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ ചന്ദ്രന് വണ്ടി കിട്ടൂല. ചന്ദ്രന് ഞാൻ വേറെ വണ്ടി തരാം. വേറെ എന്റെ രണ്ട് നല്ല ഡബിള് വേറെ വണ്ടി ഉണ്ട്. കുഴപ്പമില്ല ഇല്ല ശരിയാ നമ്മളിങ്ങനെ നമ്മളങ്ങനെ നമുക്ക് ഇങ്ങനെ വലിയ വണ്ടിയിൽ ഇരുന്ന ഇരിപ്പുറക്കില്ല ശരിക്കാ. നമ്മള് ലോക്കൽ വണ്ടിയൊക്കെ ഓട്ടിച്ച് ശീലിച്ചു. ഇല്ല ഡീലൊന്നും നമുക്ക് നേരെ വണ്ടി കാണാൻ പോവാം. നമുക്ക് നേരെ വീട് കാണാൻ പോവാം. നമ്മുടെ മെയിൻ കാര്യത്തോട്ട് വരെയാണ് ശരിക്കാ. അപ്പൊ ഞാൻ തത്സമയത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോ ഷെയ്ഖിന്റെ പഴയ വീട് ഷെയ്ഖിന്റെ സാബ്ഗുരുവിന്റെ ഷെയ്ഖിന് അറിഞ്ഞൂടല്ലോ. അപ്പൊ സാബ്ഗുരുവിന്റെ പഴയ വീടില്ലേ, അപ്പൊ ഷെയ്ഖ് അത് നമ്മളിങ്ങ് എടുക്കുക, വാങ്ങിക്കുക. അത് സാബ്ഗുരുവിന്റെ ഇന്ന് ഡീലിങ്സ് ഒക്കെ കൂടുതലും പുറത്താണ്. അപ്പൊ ആ വീട് നമ്മള് അല്ലല്ല പുറത്ത് നമ്മള് ഡീൽ ചെയ്ത്, പക്ഷേ നമുക്കത് നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് മേടിക്കുക. എന്നിട്ട് കുറച്ച് പണിയാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിലോട്ടൊന്ന് പോവാം. സാബ്ഗുരു, ഞാൻ ഓട്ടോറിക്ഷയിൽ വരട്ടെ? ഓട്ടോറിക്ഷ വിളിച്ചാ കൊള്ളുന്നുണ്ട്. ആ നമ്പർ എത്രയായിരുന്നു ഷെയ്ക്ക്? നമ്പർ എവിടെ? വീട് എവിടെയായിരുന്നു? 5016 പോവാ. 5016 എസിന്റെ എസ് നമ്പറല്ലേ? 50 റോഡല്ലേ? 5018ലേക്ക് കേറാം. ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂല. വണ്ടിയില്ല ഞാൻ ഇതിലോട്ട്. സാബുരിന്റെ വീട് ഉണ്ടോ നിങ്ങള്? നമുക്ക് വീട് പോയി കാണാം. ഒരു കുത്ത് അതില്ലേ जनता तेरे सजने എടാ ഇത് പുള്ളിയുടെ ചോദിച്ചാലാണ് ഇത് കണ്ടില്ലേ? മച്ചാനെ വണ്ടി എങ്ങനെയുണ്ട് മച്ചാനെ? അപ്പാപ്പാ ഇല്ലാത്ത വണ്ടി അപ്പുറത്ത് പോണ വണ്ടി. ഒരാൾ പിടിക്കാൻ നൈസായി, ഒരാൾ പിടിക്കാൻ പറ്റിയ നൈസായിരുന്നു കേട്ടോ. അത് ശരി. പക്ഷെ വണ്ടി ചെത്താണ്. ഒരു ഹായ് പറഞ്ഞ ലൈവില്.
ലൈവാ ഇവിടെ പറഞ്ഞ ഗൈസ് ഇത് ഇതിന്റെ ഫ്രണ്ടാണ് ദുർഗ. വലിയ 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 ഡോക്ടറൊക്കെയാണ്, ഡെർമറ്റോളജിസ്റ്റ് ആണ്. ആണോ? പോവണോ? ബൈ ബൈ ടാറ്റ ബൈ ബൈ. ഇവங்க വന്നൊരു കാര്യം പറഞ്ഞിട്ട് ചോദിക്കുന്ന കയ്യിൽ സീൻ കാർഡ്സ് ഉണ്ട് ചോദിക്കാനാ. ഏതാ ബെസ്റ്റ് ടൂത്ത് പേസ്റ്റ് എന്നാ? എടാ പോയടാ അല്ലെ ചോദിക്കാറ്. മുതുക്കിൽ പോവാ എന്തിനാന്നാ? ഇല്ലടാ നമ്മള് വേറെ സ്ഥലത്ത് പോവാ, പറഞ്ഞല്ലോ ഞാൻ. മറ്റേ വീട് നോക്കാൻ പോവാ സാഗുരിന്റെ. This is the home. പക്ഷെ പൊടി പടലങ്ങളൊക്കെ കേറി. ഗൈസ് ഫൈനലി നമ്മള് ഈ വീട് മേടിക്കാൻ പോവാണ് ഗൈസ്. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഡീലിങ്സ് ഒക്കെ പുറത്താണ് കൂടുതലും. അപ്പോൾ ഇതൊരു പാക്കേജിൽ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്ത് ഡീൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ആൻഡ് ഇത് നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടും ആൻഡ് നമ്മുടെ ഒരു ചെറിയൊരു എന്താ പറയുക വീട് പോലത്തെ സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രം ടുഡേ എന്നല്ല, അത് നമ്മുടെ സാബ്ഗുരു വന്നാലേ എങ്ങനെയാണ് അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഒന്ന് ചോദിക്കണം. സോ അത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി അവർ സെക്കൻഡ് ഹോം. നമ്മുടെ ബ്ലാക്ക് മാഫിയയുടെ ഒരു ഒഫീഷ്യൽ വീടായിരിക്കും ഇത്. അവര് അറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇന്നിപ്പം അറിയുന്നുണ്ടാവും പറയുമ്പോൾ വിഷയമാണ്.